ഗൈസ്, എൻ്റെ പേര് പാർവതി എന്നാണ് കേട്ടോ. ഞാൻ ഇപ്പം നോർത്തേൺ അയർലൻഡിലാണ്, UK-ലാണ് താമസിക്കുന്നത്. അപ്പോൾ ഞാൻ സ്ക്രബൊക്കെ ഇട്ട് വന്നിരിക്കുന്ന കണ്ടില്ലേ? സ്ക്രബ് ഇട്ടപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, നേഴ്സിംഗ് പ്രൊഫഷൻ ആണ്. മീൻസ് അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം UK-യിൽ നഴ്സസ് വരാനായിട്ട് നമുക്ക് നാട്ടിൽ നിന്ന് OET, CBT, OSCE പാസ്സാവണം. CBT നാട്ടിൽ നിന്ന് പാസ്സായി വരുന്നവർ ഇവിടെ വന്നിട്ട് OSCE പാസ്സാവണം. പാർട്ണർ വിസയിൽ വരുന്നവരാണെങ്കിൽ CBT, OSCE മസ്റ്റാണ്, ഇല്ലാതെ NHS കയറാൻ പറ്റത്തില്ല. ലാംഗ്വേജ് ടെസ്റ്റ് അല്ലാത്തവർക്ക് കമ്പൽസറി ആണ്. OET ഉണ്ടെങ്കിൽ CBT, OSCE എല്ലാം, പിന്നെ ബാക്കിയുള്ളതെല്ലാം കംപ്ലീറ്റ് ചെയ്യുക, ടാസ്ക്കാണ്. അപ്പോൾ കുറേ അധികം നാളായിട്ട് ഞാൻ ഇന്ന് വിചാരിക്കുവാണ് ഒരു വീഡിയോ ചെയ്യണം. കാരണം കുറേ പേര് ബുദ്ധിമുട്ടുന്നുണ്ട്. ഞാൻ പഠിച്ചത്, ഫസ്റ്റ് ഓഫ് ഓൾ പറയാം, ഞാൻ ലേൺ വിത്ത് ജോംസിയിലാണ് പഠിച്ചത്. അപ്പോൾ എനിക്ക് അപ്പം CBT പഠിക്കുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഗ്രൂപ്പ് ഡിസ്കഷനൊക്കെ കയറുമ്പം കുറേ പേര് എനിക്ക് മെസ്സേജ് ഇട്ടിട്ട്, പേഴ്സണലായിട്ട് തന്നെ മെസ്സേജ് ഇട്ടിട്ട്, എങ്ങനെയാണ് പാർവതി പഠിക്കുന്നത്, പാർവതി നോട്ടുണ്ട്, നോട്ട് തരാവോ, അങ്ങനത്തെ ക്വസ്റ്റ്യനിങ് ഒക്കെ ഒത്തിരി കേട്ടിട്ടുള്ള ആളാണ്. അപ്പോൾ ആദ്യമൊക്കെ എനിക്ക് നോട്ടില്ലായിരുന്നു, നമ്മൾ കിളി പോയ ഇതിലായിരുന്നു ക്ലാസ്സിലൊക്കെ ഇരിക്കുന്നത്. പിന്നെ മനസ്സിലാകാൻ തുടങ്ങി എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്താണ് പിന്നെ പതുക്കെ മാം നോട്ട് തരുന്നുണ്ട്, പക്കയായിട്ട് മാം ഒരു നോട്ട് തരുന്നുണ്ട്, ജോംസി മാം. അപ്പം അതിനോടൊപ്പം നമ്മൾ കണ്ടെത്തിയും പഠിക്കുക, ഫൈൻഡ് ഔട്ട് ചെയ്യുക, തന്നെ പഠിക്കുമ്പോൾ അതിൻ്റെതായ ഒരു എഫക്റ്റ് നമുക്ക് ഉണ്ടാവും. സോ CBT ഭയങ്കര എളുപ്പമൊന്നും അല്ലായിരുന്നു. കുറച്ച് പേര് എക്സാം കഴിഞ്ഞ് വന്ന ആദ്യ കാലത്തിലൊക്കെ ചേച്ചിമാരൊക്കെ പറയും CBT എളുപ്പമായിരുന്നു. അപ്പോൾ ഞാനും വിശ്വസിച്ചിരുന്നത് CBT എളുപ്പമാണ് എന്ന്. പക്ഷേ അറ്റൻഡ് ചെയ്യാൻ പോയപ്പോഴാണ് CBT എന്നെ സംബന്ധിച്ച് നല്ല ടഫായിരുന്നു. ന്യൂമറസി കുഴപ്പമില്ല, പാടില്ലായിരുന്നു. ന്യൂമറസി എളുപ്പമായിരുന്നു. പക്ഷേ ക്ലിനിക്കൽ നിങ്ങൾക്കറിയാമല്ലോ, നമുക്ക് 100 ക്വസ്റ്റ്യൻസ് ആണ്. അത് അത്രയും വായിച്ച്, സിനാരിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു മോസ്റ്റ്ലി വന്നത്. അത് മുഴുവൻ വായിച്ച് അതിൽ നിന്ന് 68 മാർക്ക് കരസ്ഥമാക്കണമെങ്കിൽ ചില്ലറ പാടല്ല. അപ്പം സിനാരിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് എനിക്ക് കിട്ടിയിട്ടില്ല CBT-യിൽ. അപ്പം എന്നിരുന്നാലും പഠിച്ചത് കൊണ്ട്, ഗ്രൂപ്പ് ഡിസ്കഷൻ അറ്റൻഡ് ചെയ്തുകൊണ്ട്, മാമിൻ്റെ ക്ലാസ്സിൽ അറ്റൻഡായി, ഡെയിലി ലാഗില്ലാതെ ക്ലാസ്സിന് ചെന്നിരുന്ന് പഠിച്ചത് കൊണ്ട് മാത്രം, പിന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടുമാണ് CBT പാസ്സായെന്ന് ഞാൻ പറയത്തുള്ളൂ. അപ്പോൾ ആ ഒരു കടമ്പ വലിയൊരു കടമ്പയാണ്. അപ്പം ഒന്നും നിസ്സാരമല്ല, ഇതിനേക്കാൾ കുറച്ചുകൂടെ ടഫാണ് OSCE-ലോട്ട് വരുമ്പം. അപ്പം ആരെങ്കിലും, ഞാൻ വിചാരിക്കുമായിരുന്നു നാട്ടിലുള്ളവരിപ്പം ഇങ്ങോട്ട് വരാൻ നിൽക്കുന്നവർ ഒക്കെ ഉണ്ടാവാം, അല്ലെങ്കിൽ ഇവിടെ തന്നെ വർക്ക് ചെയ്യുന്ന കുറേ ചേച്ചിമാർ എൻ്റെ അടുത്ത് ചോദിച്ചു, എങ്ങനെയാണ് പഠിച്ചത്, എങ്ങനെയാണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ നോട്ടുണ്ടോ, മെത്തേഡ് എന്താണ്, ഏറ്റവും എളുപ്പം ഏതാണ്, അങ്ങനെയൊക്കെ. എനിക്കങ്ങനെ ഇന്നത് എളുപ്പം അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. നമ്മൾ CBT കഴിയുമ്പോൾ CBT ടഫായിരുന്നു, OSCE എളുപ്പമായിരുന്നു, പക്ഷേ അങ്ങനെയും എനിക്ക് തോന്നിയിട്ടില്ല. രണ്ടിൻ്റെതായ ഡിഫറൻസ് ഉണ്ട്. പക്ഷേ പഠിച്ചാൽ പാസ്സാകാൻ പറ്റും. പിന്നെ സെൽഫ് മോട്ടിവേഷനായിട്ട് ഞാൻ പറയുവാണെങ്കിൽ, ഏറ്റവും വലിയൊരു കടമ്പയാണ് BSc നഴ്സിംഗ് നമ്മുടെ നാട്ടിൽ. ഞാൻ പറയും 4th ഇയർ വരെ പഠിച്ചിട്ടുള്ള നമുക്കറിയാം എത്ര വലിയ ബുദ്ധിമുട്ടാണ്, എത്ര വലിയ വെവ്വേറെ ടോപ്പിക്സ് ഒക്കെയാണ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചെടുത്ത് പാസ്സായത്. നമുക്ക് ഉറപ്പായിട്ടും OET പാസ്സാകാൻ പറ്റും, CBT, OSCE എല്ലാം പാസ്സാകാൻ പറ്റും. BSc നഴ്സിംഗ് പാസ്സായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്കിത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എൻ്റെ കൂടെ പഠിച്ചവർക്കൊക്കെ അറിയാം എത്രമാത്രം ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് 4th ഇയർ വരെയും, അല്ലെങ്കിൽ ഞാൻ എങ്ങനെ ആയിരുന്നു എൻ്റെ ഒരു പെർഫോമൻസ് ക്ലാസ്സിലെന്നുള്ളതും ഒക്കെ. അപ്പോൾ ആ ഒരു കടമ്പ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്കിത് പാസ്സാകാവുന്നതേ ഉള്ളൂ. പിന്നെ എല്ലാവരും പറയുന്നത്, കുട്ടികളുണ്ട്, അല്ലെങ്കിൽ പഠിക്കാൻ പറ്റുന്നില്ല, ജോലി ഭയങ്കര ജോലിയാണ്, ജോലി കഴിഞ്ഞിട്ട് വന്നിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല. പക്ഷേ നമ്മളൊരു നേരം കണ്ടെത്തുക, എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ട്. ജെനുവിൻലി കുറേ പേര് സംസാരിച്ചിട്ടുണ്ട് എങ്ങനെയാണ് പാർവതി കൈകാര്യം ചെയ്തത് എന്നൊക്കെ. അപ്പം എനിക്ക് പറയാനുള്ളത് ടൈം കണ്ടെത്തുക എന്നുള്ളതാണ്. എനിക്ക് ജോലി എന്നുള്ള ഒരു കേസേ ഉള്ളൂ. ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ട്, ബട്ട് ജോലി മാത്രമാണ് എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടിലോട്ട് വരുന്ന കാര്യം. അപ്പം വേറെ ഒന്നും ബാധിക്കുന്നില്ല. അപ്പം പിന്നെ ഫാമിലി എന്നുള്ള സപ്പോർട്ട് കുറവും അങ്ങനത്തെ വിഷയങ്ങളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. വട്ടവർ ഇറ്റ് ഈസ്, നമ്മളായിട്ടിരിക്കുക അല്ലേ. അപ്പോൾ എനിക്ക് അങ്ങനെ ഉള്ളവരോടും പറയാനുള്ളത്,
നമ്മുടെ വിധി എഴുതുന്നത് നമ്മളാണ്. പഠിക്കണോ വേണ്ടയോ എന്നുള്ളത് വേറൊരാളല്ല, തീരുമാനം എടുക്കുന്നത് നമ്മളാണ്. നമുക്ക് നേഴ്സായിട്ട് വർക്ക് ചെയ്യണം, NHS വർക്ക് ചെയ്യണം, അല്ലെ നമുക്കൊരു ഗോൾ ഉണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുക. കുറച്ചെങ്കിലും സമയം കിട്ടുന്ന പോലെ പ്രയത്നിക്കുക, ഉറപ്പായിട്ടും വിജയിക്കാൻ പറ്റും. അതാണ് ഞാൻ പറയുന്നത്. സോ ഞാൻ എടുക്കാമെന്ന് വിചാരിച്ച ഓസ്കിയാണ്. ഓസ്കി കുറച്ചുകൂടെ കുറേ സ്റ്റേഷൻ ഉണ്ട്, 10 സ്റ്റേഷനോളം ഉണ്ട് നമുക്ക് ഇപ്പം UK. അപ്പോൾ നമുക്ക് അവിടെ നിന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാം, പഠിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ്. എനിക്കറിയാം ആദ്യത്തെ കുറച്ചധികം സെക്ഷൻ എടുക്കാനുണ്ട്, 10 സ്റ്റേഷനാണുള്ളത്. അത് മുഴുവൻ ഒരു ലിസ്റ്റ് വായിക്കാൻ തന്നെയുണ്ട്. അത് കേട്ട് കഴിയുമ്പോൾ പകുതി പേരും ചിലപ്പോൾ വിചാരിക്കും, എൻ്റെ അമ്മേ വലിയൊരു തലവേദനയാണോ. അങ്ങനെ വിചാരിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ്, ആരും പേടിക്കണ്ടല്ലോ, ഫസ്റ്റ് ക്ലാസ് ഇങ്ങനെ കേൾക്കുമ്പോഴേ ഇത്രമാത്രം ഉണ്ടോ എന്നാൽ വേണ്ട എന്നൊന്നും ആരെയും വിചാരിക്കണ്ട. ഞാൻ മെയിനായിട്ടുള്ള കാര്യങ്ങൾ ആദ്യം മെയിൻ കാര്യങ്ങളുണ്ട്, ബട്ട് അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ആകുന്ന കുറച്ച് ടോപ്പിക്കുകൾ പറഞ്ഞുതരാം. ഏതൊരു പ്രൊസീജിയർ ആവട്ടെ, ഏതൊരു സ്റ്റേഷൻ ആയിക്കോട്ടെ, നമുക്കറിയാം മസ്റ്റായിട്ട് WHO 7 സ്റ്റെപ്പ് ഹാൻഡ് വാഷ് മെത്തേഡ്സ് പഠിച്ചിരിക്കണം. ഫസ്റ്റിലെ ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും ഇതിനെപ്പറ്റി 7 സ്റ്റെപ്സും കറക്റ്റായിട്ട് പറയാൻ പറ്റണം. അത് പറഞ്ഞ് പച്ചവെള്ളം പോലെ പഠിച്ചു വെക്കുക. പിന്നുള്ളത് പ്രീ ചെക്ക്. ഏതൊരു പ്രൊസീജിയർ ആവട്ടെ, നമുക്ക് 3 കാര്യങ്ങളാണ് ശരിക്കും അതിനകത്ത് പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മെയിനായിട്ട് നോക്കാനുള്ളത്. പിന്നെ മാർക്കിംഗ് ക്രൈറ്റീരിയ ഒക്കെ വരുന്നുണ്ട്, അതൊക്കെ പിന്നീട് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റിലെ പ്രീ ചെക്ക്, ആർട്ടിക്കിൾസ്, ഡോക്യുമെൻറ്റേഷൻ, 3 കാര്യങ്ങളാണ് വരുന്നത്. ഇതിൽ ഹാൻഡ് ഹൈജീന് എവിടെയൊക്കെ വരുന്നുണ്ട് അത് ഞാൻ പറഞ്ഞുതരാം. ആ ഹാൻഡ് ഹൈജീന് ആദ്യത്തെ വട്ടം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുക, പാം ടു പാം അങ്ങനെയുള്ള 7 സ്റ്റെപ്പും WHO അക്കോർഡിംഗ് ടു WHO ഇങ്ങനെയാണ് 7 സ്റ്റെപ്പ് കറക്റ്റ് പറയുക. പിന്നെ ഇടയ്ക്കെല്ലാം ഹാൻഡ് വാഷ് വരുന്നുണ്ട് പ്രൊസീജിയറിനിടയ്ക്ക്, അതിന് നമ്മൾ പറയുക WHO ഇതിൽ 1 2 3 അങ്ങനെ 7 വരെ കൗണ്ട് ചെയ്ത് വിട്ടാൽ മതി. അത്രേ ഉള്ളൂ. പ്രീ ചെക്കിലോട്ട് കിടക്കാം. പ്രീ ചെക്ക് പറയാനായിട്ട് ഫസ്റ്റിൽ തന്നെ നമുക്ക് അറിയേണ്ടിയിരിക്കുന്ന സംഭവം, അറിയേണ്ട സാധനം സീൻ സേഫ് ആണോ എന്നുള്ളതാണ്. നമ്മൾ ഓക്കെയാണ്, പേഷ്യൻ്റ് ഓക്കെയാണ്, സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യുന്ന കാര്യമാണ് ഫസ്റ്റിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ എക്സാമിന് ചെല്ലുന്ന റൂമിൽ അസസർ ഉണ്ടാവും. ചിലപ്പോൾ റിയൽ പേഷ്യൻ്റ് ആയിരിക്കും, ചിലപ്പോൾ ഡമ്മി ആയിരിക്കും. ഡമ്മിയാണ് എങ്കിൽ നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ ആൻസർ അസസറായിരിക്കും പറയുന്നത്. ഇനി അല്ല, ഡമ്മി അല്ല, റിയൽ പേഷ്യൻ്റ് ആണെങ്കിൽ റിയൽ പേഷ്യൻ്റ് ആൻസർ പറയും. ചിലപ്പോൾ ചിലർ കൺഫ്യൂസ്ഡ് ആയിരിക്കും, അവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും ആൻസേഴ്സ്. നമ്മൾ ആ സമയത്ത് പാനിക്കായിട്ട് കുളമാക്കരുത്, നമ്മൾ മെൻ്റലി പ്രിപ്പയർഡ് ആയിട്ട് പോവുക. ചിലർ ഓക്കെ ആയിരിക്കും, നമ്മൾ നാട്ടിൽ കണ്ടിട്ടില്ലേ, ചില പേഷ്യൻസ് ഓക്കെ ആയിരിക്കും, ചിലർ കൺഫ്യൂസ്ഡ് ഒക്കെ ആയിരിക്കും, അവരെന്തെങ്കിലുമൊക്കെ ആയിരിക്കും ആൻസർ പറയുന്നത്. ചിന്തിച്ച് തന്നെ കാര്യങ്ങൾ ചെയ്യുക, അത്രേ ഉള്ളൂ പറയാൻ. അപ്പം ബ്രെയിനൊക്കെ ഉപയോഗിക്കുക, എങ്ങനെയാണ് സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യേണ്ടതെന്നൊക്കെ നോക്കാം. ഫസ്റ്റിൽ നമ്മൾ പറയുന്നത് സീൻ സേഫ് ആണെന്നുള്ള കാര്യമാണ്. ദ സീൻ ഈസ് സേഫ്, ദർ ഇസ് നോ ഹാം ഫോർ മീ ആൻഡ് മൈ പേഷ്യൻറ്റ്. എൻ്റെ പേഷ്യൻറ്റിനും എനിക്കും ഹാമൊന്നും ഇല്ല, സീൻ സേഫ് ആണെന്ന് ഫസ്റ്റിലെ പറഞ്ഞു. ഇനി നെക്സ്റ്റ് എന്തായിരിക്കും? പ്രൈവസി കൊടുക്കുന്ന കാര്യമായിരിക്കും. അപ്പം ഞാൻ പറയുന്നത് പ്രീ ചെക്കാണ്, ഒന്നുകൂടി എടുത്ത് പറയുവാണ്. പ്രീ ചെക്ക് ദ ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. പ്രീ ചെക്ക് ആർട്ടിക്കിൾ, ഡോക്യുമെൻറ്റേഷൻ, അതിൽ പ്രീ ചെക്കാണ് നമ്മൾ പഠിക്കുന്നത്. നെക്സ്റ്റ് സീൻ സേഫാണ്, പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. നെക്സ്റ്റ് ഐ വിൽ പ്രൊവൈഡ് കർട്ടൻസ് ടു പേഷ്യൻറ്റ്. എൻ്റെ പേഷ്യൻറ്റിന് ഞാൻ പ്രൈവസി പ്രൊവൈഡ് ചെയ്യുമെന്ന് പറയുവാണ് കേട്ടോ ഇവിടെ. ഇനി അടുത്തത് പ്രൈവസി പ്രൊവൈഡ് ചെയ്യുമെന്ന് പറഞ്ഞു. പിന്നെന്താ, നമുക്ക് മൂന്നാമത്തെ കാര്യം എടുത്ത് പറയാൻ വരുന്നത് ഹാൻഡ് വാഷാണ്. ഞാൻ ഇനി ഹാൻഡ് വാഷ് ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം പറഞ്ഞു, നമ്മുടെ സീൻ സേഫ് ആണ്, ദർ ഇസ് നോ ഹാം ഫോർ മീ ആൻഡ് മൈ പേഷ്യൻറ്റ്. നെക്സ്റ്റ് ഐ വിൽ പ്രൊവൈഡ് ദ കർട്ടൻസ് ടു മൈ പേഷ്യൻറ്റ്. നെക്സ്റ്റ് ഐ വിൽ ഡു ദ ഹാൻഡ് വാഷ്. ഓക്കെ, ഇനി ഹാൻഡ് വാഷ്, ഫസ്റ്റിലത്തെ ഹാൻഡ് വാഷ്, സ്റ്റാർട്ട് ചെയ്യുന്ന ഹാൻഡ് വാഷാണ് ഇത്. ഇത് നമ്മൾ വെൽ എക്സ്പ്ലെയിൻഡ് ആയിട്ട് തന്നെ പറയണം. ഓക്കെ, അതായത് WHO 7 സ്റ്റെപ്പ് മെത്തേഡ്സ്
തന്നിട്ടുണ്ട്. അത് അങ്ങനെ തന്നെ എന്താ പറയണേ, കൈകൊണ്ട് കാണിക്കുകയും പ്ലസ് പറയുകയും ചെയ്യണം. പാം ടു പാം, ബാക്ക് ഓഫ് ദ പാം, ഇന്റർലേസിങ് ഫിംഗേഴ്സ്, ഇന്റർലോക്കിംഗ് ഫിംഗേഴ്സ്, റൊട്ടേഷൻ ഓഫ് ദ തമ്പ് ആൻഡ് ടിപ്പ് ഓഫ് ദ ഫിംഗേഴ്സ് ആൻഡ് റൊട്ടേഷൻ ഓഫ് ദ റിസ്റ്റ്. ഇത്രയും നമ്മൾ പറഞ്ഞു. സാനിറ്റൈസർ അവിടെ വെച്ചിട്ടുണ്ടായിരിക്കും, അത് വെച്ചിട്ടാട്ടോ നമ്മൾ ചെയ്യുന്നത്. സോപ്പോ വാട്ടറോ ഒന്നും ഉപയോഗിച്ചിട്ടല്ല ഹാൻഡ് വാഷ് ചെയ്യുന്നത്. അവിടെ സാനിറ്റൈസർ ഉണ്ടാവും, അത് വെച്ചിട്ടാണ് നമ്മൾ ജസ്റ്റ് കാണിച്ചാൽ മതി. ഇനി ഏപ്രിനും ഗ്ലൗസ് നമ്മൾ ധരിക്കണം. എന്നതിന് ശേഷം ഇനി നമ്മൾ പേഷ്യൻ്റ് സൈഡിലോട്ട് വന്നു. ഇനി എന്താണ്, പേഷ്യൻറ്റിനെ നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. Hello, my name is Parvati Kurup. I am one of the registered nurse working in the hospital ward. I will be looking after you today. Next I will do, I would like to check your general condition or vital signs. Is that okay? Can I proceed with that? Okay, patient അല്ല അസസർ പറഞ്ഞു യെസ് എന്ന് പറഞ്ഞു. നമ്മൾ പ്രൊസീഡ് ചെയ്യാൻ പോവാണ്. സോ before going to do അല്ലെങ്കിൽ before going to proceed, can I check your ID? Right. Okay, എസ് കിട്ടി. റൈറ്റ്. ഓക്കെ, could you please state your full name, date of birth and address? ഒന്നെങ്കിൽ റിയൽ ആയിട്ടുള്ള പേഷ്യൻ്റ് ആയിരിക്കും പറയുന്നത്. സിനാരിയോയുടെ പേപ്പർ, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിലുണ്ട്. അത് വെച്ചിട്ട് കറക്റ്റ് പേഷ്യൻ്റ് ആണോ എന്ന് നോക്കുന്ന പ്രൊസീജിയറാണിത്. സോ കറക്റ്റ് ആണോ ഇയാൾ പറയുന്നതെന്ന് നോക്കുക. ഇല്ലെങ്കിൽ അസസർ ആയിരിക്കും അവിടുന്ന് ഡമ്മിയാണ് ഇത് തന്നിരിക്കുന്നെങ്കിൽ, ഡെമിക്ക് സംസാരിക്കാൻ അറിയത്തില്ലല്ലോ. സോ അസസർ ആയിരിക്കും അവിടുന്ന് പറയുന്നത്. അത് കറക്റ്റ് പേഷ്യൻ്റ് ആണോ എന്ന് ഐഡൻറ്റിഫിക്കേഷൻ നടത്തേണ്ട സമയമാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ, കറക്റ്റ് പേഷ്യൻ്റ് അല്ല, ഡേറ്റ് ഓഫ് ബർത്ത് അല്ല എന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ഇൻഫോം ചെയ്യുക. അല്ലാതെ നമ്മളും ഇത് ചെക്ക് ചെയ്യാതെ ഇവർ പറയുന്ന ഇങ്ങനെ മാത്രം കേട്ടോണ്ടിരിക്കുക, നമ്മളൊന്നും ചെക്ക് ചെയ്യുന്നില്ല, മൈൻഡ് ഔട്ടൊക്കെ ആണെങ്കിൽ ഒന്നോർത്തോ നമ്മൾ പ്രൊസീജിയറിന് ഫെയിലായി പോകും. ബിക്കോസ് പേഷ്യൻ്റ് കറക്റ്റ് ആളിനെ അല്ല നമ്മൾ ചെയ്യുന്നതെന്നാണ് അവിടെ മാർക്കിംഗ് ക്രൈറ്റീരിയ പ്രകാരം വരാൻ പോകുന്നത്. ഓഫ് കോഴ്സ് നമ്മൾ ഫെയിലായി പോകും. അപ്പോൾ സോ ഇത് ശ്രദ്ധിക്കുക, മസ്റ്റായിട്ടും ശ്രദ്ധിക്കുക. കറക്റ്റ് പേഷ്യൻ്റിനെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്നുള്ളത് എല്ലാം ശ്രദ്ധിച്ച് എന്താ പറയുന്നത്, നമ്മൾ ആ ഒരു സിറ്റുവേഷൻ ഞാൻ പറഞ്ഞില്ലേ, ഫുള്ളി ഹാൻഡിൽ ചെയ്യാൻ നല്ല മെൻ്റലി പ്രിപ്പയർഡ് ആയിട്ട് തന്നെ പോകുക എന്നുള്ളതാണ്. അപ്പോൾ നെക്സ്റ്റ് ഇനിയും പറയാൻ പോകുന്നത്, നമ്മൾ പേഷ്യൻറ്റിനോട് ഇപ്പോൾ എവിടെ വരെയാണ് പറഞ്ഞു നിർത്തിയത്, ഞാൻ പ്രൊസീജിയർ ചെയ്യാൻ പോവാണ്. ഓക്കെ, ID ചെക്കും ഒക്കെ ചെയ്തു അല്ലേ, ID ചെക്ക് ചെയ്തു, കറക്റ്റ് പേഷ്യൻ്റാണ് ഇപ്പോൾ പറഞ്ഞതെന്ന് വെച്ചോ. ഓക്കെ, ആർ യു അലർജിക് ടു എനി പ്രോഡക്റ്റ് ലൈക്ക് എനി മെഡിക്കേഷൻ, ലാറ്റക്സ് ഓർ ഫുഡ്? അതായത് എന്തെങ്കിലും ഇനി അലർജി ചെക്ക് ചെയ്യുവാണ്. അലർജി ചെക്ക് ഉണ്ടോ എന്ന് ചോദിക്കുവാണ്. ഓൾറെഡി അലർജി ചെക്ക് ഉണ്ടെങ്കിൽ ഒന്ന് ഓർക്കുക, കയ്യിൽ റെഡ് ID ബാൻഡ് ഉണ്ടായിരിക്കും, അതിൽ എഴുതിയിട്ടുണ്ടായിരിക്കും. മാത്രമല്ല നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതും കൂടെ ഒന്ന് നോക്കിക്കൊള്ളുക. മാത്രമല്ല, അപ്പോൾ പേഷ്യൻ്റ് പറയുവാണ് അലർജി ഒന്നും ഇല്ലാത്ത പക്ഷം പേഷ്യൻ്റ് പറയും എനിക്ക് അലർജി ഒന്നും ഇല്ല. സോ ഓക്കെ, ഐ എം ഹാപ്പി. ഓക്കെ, ഞാൻ ഹാപ്പിയാണ്, പ്രൊസീഡ് ചെയ്യാൻ ഹാപ്പിയാണ്. ഓക്കെ, ഇനി ഇഫ് ദ പേഷ്യൻ്റ് ഈസ് അലർജി ടു പെൻസിലിൻ മെഡിസിൻ എന്ന് വെച്ചോ, പെൻസിലിൻ മെഡിസിനുമായിട്ട് അലർജിക്കാണ്. ഓക്കെ, പേഷ്യൻ്റ് പറഞ്ഞു, അല്ലെങ്കിൽ അസസറാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അസസർ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഓക്കെ, ഡോണ്ട് വറി എന്ന് പറയുന്നതിന് മുന്നേ നമുക്കിത് പറയാം. ഐ എം സോ സോറി ടു ഹിയർ ദാറ്റ്. So you are allergic to medicine penicillin, isn't it? Okay, what are the reaction when you taking the medicine പെൻസിലിൻ എന്ന് ചോദിക്കുക. അതായത് നീ പെൻസിലിൻ എടുക്കുന്ന സമയത്ത് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ നിനക്ക് ഉണ്ടാകാറുണ്ട്? അപ്പോൾ പേഷ്യൻ്റ് പറയുവാണ് ഇച്ചിങ്, റാഷസ്, റെഡ്നെസ്. നമ്മളപ്പോൾ അത് ഏറ്റു പറയുക. ഓക്കെ, ഇച്ചിങ്, റാഷസ്, റെഡ്നെസ്. ഓക്കെ, ഇതൊക്കെയാണല്ലേ നിനക്ക് ആ സമയത്ത് ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞു. അതിനുശേഷം ഓക്കെ, ഡോണ്ട് വറി, I will assure that I will not give any allergic product to you. ഓക്കെ, എന്നിട്ട് നമ്മളത് പറഞ്ഞു, നമ്മളിത് കംപ്ലീറ്റ് ചെയ്തു, പറഞ്ഞു. അതിനുശേഷം എന്താ പേഷ്യൻ്റ് ഓക്കെ ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്തു. അപ്പം നമ്മൾ ഇത് പറഞ്ഞതിന് ശേഷം നമ്മളിനി അലർജിക് ബാൻഡ് ഉണ്ട്,
നമ്മൾ കണ്ടു റെഡ് ബാൻഡ് ഉണ്ട് കയ്യിലെന്നുണ്ടെങ്കിൽ നമ്മൾ കയ്യിൽ പിടിച്ചിട്ട് ഓക്കെ, അല്ലെ അടുത്ത് ചെന്നിട്ട് ഓക്കെ നിൻ്റെ കയ്യിൽ ID ബാൻഡ് ഉണ്ട്, റെഡ് ID ബാൻഡ് ഉണ്ട് അല്ലേ, ഓക്കെ യു ഹാവ് ദ റെഡ് ID ബാൻഡ് ഓൺ യുവർ ഇന്ന ഹാൻഡ്, റൈറ്റ് അല്ലെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ്, സോ യു ആർ ദാറ്റ് ഇൻഡിക്കേറ്റ്സ് യു ആർ അലർജി ടു ഇന്ന സാധനം. ഓക്കെ, ഇവിടെ പെൻസിലിൻ എന്നാണ് പറഞ്ഞതെന്ന് വെച്ചോ. ഓക്കെ, യു ആർ അലർജി ടു മെഡിസിൻ പെൻസിലിൻ. ഓക്കെ, ഡോണ്ട് വറി. നെക്സ്റ്റ് ഐ ആം ഗോയിങ് ടു കളക്ട് ദ നെസസറി എക്യുപ്മെൻറ്റ്സ് ഫോർ ദിസ് പ്രൊസീജിയർ. ഞാനിനി നെക്സ്റ്റ് കഴിഞ്ഞു നമ്മുടെ എല്ലാ പ്രീ ചെക്കിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് അവിടെ കൊണ്ട് കഴിയുക. ഇനി നമ്മൾ ആർട്ടിക്കിൾസ് എടുക്കാൻ പോവുകയാണ്. അത് ഇൻഫോം ചെയ്യുക. എല്ലാ കാര്യവും നമ്മൾ കൺസെൻറ്റ് എടുക്കും, അല്ലെങ്കിൽ കൺസെൻറ്റ് എടുക്കുന്ന കാര്യം, കോപ്പറേഷൻ ചെയ്യുന്ന കാര്യമൊക്കെ നമ്മളിപ്പോൾ പറയുക. അപ്പം പറയണേ, നമുക്ക് അതിൽ നമ്മൾ ചോദിച്ചിട്ടല്ലേ ചെയ്യുന്നത്, അത് വിചാരിച്ചാൽ മതി. അപ്പം അതിന് ശേഷം നമ്മൾ ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താണ് ഇനി ചെയ്യുന്നത്? ഓക്കെ, ഞാൻ ആർട്ടിക്കിൾസ് എടുക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. മീൻ വൈൽ ഇഫ് യു ഫൈൻഡ് എനി ഡിഫിക്കൽട്ടീസ് ജസ്റ്റ് ബസർ ഓൺ, ഐ വിൽ കം ബാക്ക്. ഓക്കെ, നിനക്ക് എന്തെങ്കിലും ആ സമയത്തിനുള്ളിൽ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുവാണെങ്കിൽ നീ ബസർ ഒന്നടിച്ചാൽ മതി, ഞാൻ വരാം, ഞാൻ ചെക്ക് ചെയ്തോളാം, പേടിക്കേണ്ട. ഓക്കെ, ഇസ് ദാറ്റ് ഓക്കെ എന്ന് ചോദിക്കുക. ഓക്കെ, അപ്പം പേഷ്യൻ്റ് യെസ് പറയും. അപ്പം യെസ് പറഞ്ഞു. ഓക്കെ, താങ്ക് യു ഫോർ യുവർ കൺസെൻറ്റ് ആൻഡ് കോപ്പറേഷൻ. കഴിഞ്ഞു. അവിടെ കൊണ്ട് പ്രീ ചെക്കിൻ്റെ ഫസ്റ്റ് ഘട്ടം കഴിഞ്ഞു. ഫസ്റ്റ് ഘട്ടമെന്നല്ല, ഏറെക്കുറെ കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. നമ്മൾ പ്രീ ചെക്ക് എല്ലാം ചെയ്തു. കറക്റ്റ് പേഷ്യൻ്റ് ആണോ, നമ്മുടെ 6 റൈറ്റാണ് അവിടെ ആക്ച്വലി ചെക്ക് ചെയ്തേക്കുന്നത്. സോ അത് വെച്ചിട്ടാണ് നമ്മൾ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞു. ഇനി ആർട്ടിക്കിൾസ് എടുക്കാൻ പോവാണ്. അതിന് തൊട്ട് മുന്നേ ഹാൻഡ് വാഷ് ചെയ്ത് നമ്മളുടെ ഇട്ടിരുന്ന ഗ്ലൗസും ഗൗണും ഊരിക്കളഞ്ഞിട്ട് ഹാൻഡ് വാഷ് ചെയ്യണം. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഹാൻഡ് വാഷ് തൊട്ടിട്ട് സ്റ്റെപ്സ് കൗണ്ട് ചെയ്ത് പറഞ്ഞാൽ മതി, എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കണ്ട, കാരണം ടൈം കിട്ടത്തില്ല. സോ നമ്മൾ ജസ്റ്റ് കൗണ്ട് ചെയ്യുക. നെക്സ്റ്റ് ആർട്ടിക്കിൾസ് എടുത്ത് വെക്കണമല്ലോ. ഇനി ഗ്ലൗസും ഗൗണും വേറെ ഇട്ടിട്ട് നമ്മൾ ആർട്ടിക്കിൾസ് സെറ്റാക്കാൻ വരുവാണ്. അസസറിനോട് ആ സമയത്ത് ബ്ലൂ ട്രേ ആണ് ട്രേ ഇവിടെ ഉള്ളത്. അപ്പോൾ ആ ട്രേ എടുത്ത് കാർഡിയാക് ടേബിളിൻ്റെ മുകളിൽ വെച്ചതിന് ശേഷം നമ്മൾ ഫസ്റ്റ് അസസറിനോട് നമ്മൾ ചോദിക്കുവാണ്, അസസർ ഇസ് ദ ട്രേ ഈസ് വാഷ്ഡ് വിത്ത് സോപ്പ് ആൻഡ് വാട്ടർ ഫോർ ലാസ്റ്റ് 24 hours എന്ന് ചോദിക്കുവാണ്. അപ്പം ഓഫ് കോഴ്സ് അസസർ പറയും യെസ്. ഓക്കെ, അപ്പം നമ്മൾ എന്ത് റിപ്ലൈ കൊടുക്കണം? ഓക്കെ, ഐ എം ഹാപ്പി ടു പ്രൊസീഡ്.